ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് വിളിച്ചത് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 3 മൂന്നാമത്തെ എപ്പിസോഡാണ്. സോ അല്ലാത്ത എപ്പിസോഡ് നമ്പർ കൗണ്ട് 44. സോ ഈ വീഡിയോട്ട് പോകുന്നതിന് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങൾക്ക് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ വീഡിയോ ലൈക്ക് തന്നേക്കാം. സോ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. തുടക്കം തന്നെ കാണിക്കുന്നത് ഒരുപാടധികം മുറിവുകൾ പറ്റി കിടക്കുന്ന നമ്മുടെ ഇഷിതനെയാണ്. ഇഷിത അടുത്തേക്ക് മയൂരി വന്നിട്ട് അവൻ ക്യുൻസിനെ ടെസ്റ്റ് ചെയ്തതിനെ കുറിച്ച് പറയുന്നു. സോ ആ ടെസ്റ്റ് ചെയ്തത് അവൻ്റെ അപ്പൂപ്പനാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഇഷിതയാണെങ്കിൽ അവൻ്റെ ഫുൾ സ്പിരിച്വൽ പ്രഷറും അവിടെ റിലീസ് ചെയ്തിട്ട് നിന്നെ ഞാൻ കൊല്ലുവടാ എന്ന് പറയുകയാണ് നമ്മുടെ ഇഷിത. സോ ഇത് കണ്ടിട്ട് നമ്മുടെ മയൂരിക്ക് ഒരു കാര്യം മനസ്സിലാകുകയാണ്, നേരത്തേനെക്കാട്ടിൽ 10 മടങ്ങ് സ്ട്രോങ് ആണ് ഇവൻ. അപ്പം ഈ മയൂരിക്ക് മനസ്സിലാകുകയാണ് ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമല്ല, ഇതൊരു ടെമ്പററി ആയിട്ടുള്ള പവറാണ്. ഇതെന്തോ ഒരു സീക്രട്ട് ആർട്ട് ടെക്നിക്കാണെന്നുള്ള കാര്യം അവന് മനസ്സിലാകുകയാണ്. നിന്നെ വെറുതെ വിടത്തില്ല, എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും ഞാൻ നിന്നെ ഉറപ്പായിട്ടും കൊല്ലും എന്ന് നമ്മുടെ ഇഷിത പറയുകയാണ് എൻ്റെ അപ്പൂപ്പന് വേണ്ടി. പിന്നീട് കാണിക്കുന്നത് ഒരു പാസ്റ്റാണ്. നമ്മുടെ ഇഷിതയുടെ അപ്പൂപ്പനാണെങ്കിൽ നമ്മുടെ ഇഷിതയ്ക്ക് കുറച്ച് ക്യുൻസി ആർട്ടുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് പ്രസന്റ് ആണ്. സോ നമ്മുടെ ഇഷിതയാണെങ്കിൽ അവൻ്റെ ബോ ആൻഡ് ആരോ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ മയൂരിൻ്റെ നേരെ വിടുകയാണ്. എന്നാൽ നമ്മുടെ മയൂരിയാണെങ്കിൽ അതൊക്കെ സിമ്പിളായിട്ട് തന്നെ ഡോഡ്ജ് ചെയ്യുകയാണ്. നമ്മുടെ മയൂരിൻ്റെ ടെൻഡക്കിൾസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇഷിതനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സോ ആ അറ്റാക്ക് ആണെങ്കിൽ ചെറുതായിട്ട് നമ്മുടെ ഇഷിതയുടെ ദേഹത്തൊരു മുറിവ് ഉണ്ടാക്കുന്നുണ്ട്. സോ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ കൊല്ലും, ഉറപ്പായിട്ട് ഗ്രാൻഡ് ബേക്ക് വേണ്ടി റിവെഞ്ച് എടുക്കുമെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു തരത്തിലുള്ള ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് അവൻ്റെ ഫുൾ സ്പിരിച്വൽ എനർജിയും അവിടെ വെച്ച് റിലീസ് ആക്കുകയാണ്. സോ ഇത് കണ്ടിട്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മുടെ മയൂരിക്ക് മനസ്സിലാകുന്നില്ല. കുറച്ച് നേരം കൊണ്ട് തന്നെ ഇവൻ എങ്ങനെയാണ് ഇത്രയും എന്ന് വെച്ചാൽ ഒത്തിരി അധികം പവർഫുൾ ആയതെന്ന് നമ്മുടെ മയൂരി മനസ്സിൽ വിചാരിക്കുകയാണ്. പെട്ടെന്ന് തന്നെയായിരുന്നു നമ്മുടെ ഇഷിതയാണെങ്കിൽ അവൻ്റെ ഫുൾ പവറും എടുത്തിട്ട് അവൻ്റെ ബോ ആൻഡ് ആരോൻ്റെ ടെക്നിക്കിൻ്റെ ഫുൾ അൾട്ടിമേറ്റ് ലെവൽ നമ്മുടെ മയൂരിൻ്റെ നേരെ വിടുന്നത്. നമ്മുടെ മയൂരിൻ്റെ ഒരു കൈ തന്നെ മുറിച്ച് കളയും. നമ്മുടെ മയൂരിക്ക് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ മയൂരിയാണെങ്കിൽ അവൻ്റെ സ്പിരിച്വൽ പ്രഷർ അവിടെ റിലീസ് ചെയ്യുന്നു. അതുമാത്രമല്ല സംബത്തുവിൻ്റെ സെക്കൻഡ് ഫോമായിട്ടുള്ള ബൻകായോ അന്നേരമായിരുന്നു അവിടെ എന്തോ ഒരു തരത്തിലുള്ള ഒരു ക്രീച്ചർ വരുന്നത്. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഈശതയ്ക്ക് മനസ്സിലാകുന്നില്ല. ഇതാണ് എൻ്റെ ബൻകായ്, ഞാൻ നേരത്തെ ഉള്ളതിനെക്കാട്ടിൽ ഇപ്പോൾ 10 മടങ്ങ് സ്ട്രോങ് ആണ്. ബത്തുവിൻ്റെ സെക്കൻഡ് ഫോമാണിത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മയൂരി അവിടെ കിടന്ന് ഒരു സൈക്കോപാത്തിനെ പോലെ ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മയൂരിയാണെങ്കിൽ അതിനെയാണെങ്കിൽ നമ്മുടെ ഇഷിതയുടെ നേരെ വിടുകയാണ്. നമ്മുടെ ഇഷിതയാണെങ്കിൽ അവൻ്റെ ബോ ആൻഡ് ആരോ ടെക്നിക്ക് യൂസ് ചെയ്യുകയാണ് അതിൻ്റെ നേരെ. അങ്ങനെ അവർ രണ്ടുപേരും മുട്ടി ആര് ജയിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കുന്ന സമയത്താണ് ആ ക്രീച്ചറിനെ നമ്മുടെ ഇഷിത ഇല്ലാതാക്കിയിരിക്കുന്നു. അതുമാത്രമല്ല ഒരുപാടധികം വലിയ മുറിവുകളായിട്ട് നിൽക്കുന്ന നമ്മുടെ മയൂരിനെയാണ് പിന്നെ കാണിക്കുന്നത്. അങ്ങനെ ചോര വരെ ഛർദ്ദിക്കുന്നുണ്ട്. സോ വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ക്യാപ്റ്റൻ മയൂരി ഒരു ലിക്വിഡ് ഫോമിലോട്ട് മാറുകയാണ്. എന്നിട്ട് നമ്മുടെ ഇഷിതയോട് പറയുകയാണ്, ഞാൻ ഇത്ര നേരവും നിന്നെ അറ്റാക്ക് ചെയ്തില്ലെന്ന് നീ വിചാരിച്ചു, എന്നാൽ എൻ്റെ പോയിസൺ ഞാൻ നിന്റെ നേരെ വിട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റൻ മയൂരി അവിടെ നിന്ന് ഒരു ലിക്വിഡ് ഫോമിലോട്ട് മാറിയില്ലായിരുന്നോ. സോ അങ്ങനെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. സോ നമ്മുടെ ഇഷിതയ്ക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഇഷിതയുടെ ശരീരത്ത് ഇപ്പോൾ ഒരു പോയിസണും ഉണ്ട്. അതുമാത്രമല്ല നമ്മുടെ ക്യാപ്റ്റൻ മയൂരി ഇപ്പോൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു. നമ്മുടെ ഇഷിതയ്ക്ക് റിവെഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. അതേ സമയത്തായിരുന്നു ക്യാപ്റ്റൻ മയൂരിൻ്റെ ലെഫ്റ്റ് ഹാൻഡർ പറയുന്നത് എൻ്റെ കൈ ആ പോയിസൻ്റെ ആൻറ്റിഡോട്ട് ഉണ്ടെന്നുള്ള ഒരു കാര്യം. നമ്മുടെ ഇഷിതയ്ക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവളുടെ കയ്യിൽ നിന്ന് ആ ആൻറ്റിഡോട്ട് മേടിച്ചിട്ട് കുടിക്കുകയാണ്. എന്നിട്ട് അവളോടൊരു ടൈങ്കും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടി റെഡിയാകുകയാണ്. പോകുന്നതിന് മുമ്പ് അവൾ പറയുകയാണ്, ഇപ്പം ഇവിടെ ഒരുപാട് ഗാർഡ്സ് വരും, അതിനുള്ളിൽ നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ. അതുമാത്രമല്ല വളരെയധികം കെയർഫുൾ ആയിട്ടിരിക്കണം, നിന്റെ നേരെ എപ്പോൾ വേണേലും ആര് വന്നാണെങ്കിലും ആക്രമിക്കും. സോ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഇഷിതയാണെങ്കിൽ റൂക്കി കിടക്കുന്ന ജയിലിൻ്റെ സ്ഥലത്തേക്ക് ഇങ്ങനെ വരികയാണ്. നോക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ക്യാപ്റ്റൻ തോട്ട്സ് നിപ്പുണ്ട്. നമ്മുടെ ഇഷിതനെ കണ്ടുടനെ തന്നെ അവൻ സംസാരിക്കാനോ മിണ്ടാനോ ഒന്നും നേരെ നിന്നില്ല. അവനാണെങ്കിൽ നേരെ അവൻ്റെ സമ്പത്തും എടുത്തിട്ട് റിയൽ വേൾഡ് ആണെങ്കിൽ എന്തോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേൾഡ് പോലെ
ആക്കി. സോ ഇത് കണ്ടിട്ട് നമ്മുടെ വിശ്വതയ്ക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. സോ അവിടെ വെച്ചാണ് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 3 മൂന്നാമത്തെ എപ്പിസോഡും അല്ലാത്ത എപ്പിസോഡ് നമ്പർ കൗണ്ട് 44 അവസാനിക്കുന്നത്. 44 ആണോ? യെസ് 44 ആണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, അതെല്ലാം ചെയ്തേക്കുക. സോ നമ്മുടെ ബ്ലീച്ചാണ് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളങ്ങ് കമൻറ്റ് ചെയ്തോ. കമൻറ്റ് ചെയ്താൽ എനിക്ക് നല്ല രീതിയിലുള്ളൊരു മോട്ടിവേഷൻ ആവും. ഇനി ഞാൻ ചിലപ്പം ഒത്തിരി കമൻറ്റൊക്കെ കാണാൻ നേരത്ത് ഒരു ദിവസം 10 ബ്ലീച്ചിൻ്റെ വീഡിയോൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഇട്ടെന്നൊക്കെ വരും. സോ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്ത് നിൽക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഓർഡർ കാണണമെങ്കിൽ ഞാൻ പ്ലേ ലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാ സീസണിൻ്റെയും ഞാൻ പ്ലേ ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.